ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് രാവിലെ ഒന്ന് നടക്കാനായിട്ട് ഇറങ്ങാൻ പോകുകയാണ്. ഇപ്പോൾ നമ്മുടെ രൂപേഷൻ ഉറക്കത്തിൽ നിന്ന് കുത്തിപ്പൊക്കിക്കൊണ്ട് നടക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നതാണ്. അത് നമ്മൾ സ്ഥിരം നടക്കുന്ന റൂട്ടാണ്. അപ്പോൾ ആ റൂട്ടൊക്കെ നിങ്ങളൊന്ന് കാണിച്ചു തരാം. ഇവിടെ ഒരു റെസിഡൻഷ്യൽ ഏരിയ ആണ്. അവിടെ ഒരു പാർക്ക് പോലെയുണ്ട്. അവിടെയാണ്, ഇതാണ് നമ്മുടെ അക്കോമഡേഷൻ കണ്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ പോകണതാണ്. അപ്പോൾ ആ പാർക്കിലോട്ടുള്ള വഴിയും പോണ വഴിയും എങ്ങനെയാണ് അവിടുത്തെ കാഴ്ചകൾ എന്നെല്ലാം നമുക്കിപ്പോൾ കാണാം. ഓക്കെ, ഇതാണ് നമ്മൾ പോകുന്ന റൂട്ട്. ഓക്കെ, നമ്മൾ പോകുന്ന വഴിക്കൊരു റെയിൽവേ ക്രോസ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് ട്രെയിൻ വരുന്നത് കാണാൻ പറ്റുമെന്ന് അറിയില്ല. നോക്കാം, പറ്റും മഞ്ഞാണെങ്കിൽ നമുക്കത് കാണാം. വരാൻ പോകണം. ഇവിടെ പ്രധാനമായിട്ടും കാർ മാനുഫാക്ചറിങ് കമ്പനികൾ ഒരുപാട് കാർ മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസ് ഉണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ഉണ്ട്. അവിടെ തന്നെ പല പല യൂണിറ്റുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാർ ഉണ്ടാക്കുന്നത് ഒരു കമ്പനിയുണ്ട്, സ്റ്റെല്ലാൻഡസ് എന്ന് പറയുന്നത്. അതേപോലെ കാറിൻ്റെ സീറ്റും പിന്നെ വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയുണ്ട്, ഫോർ-ഏഷ്യ എന്നൊക്കെ പറഞ്ഞ്. അതേപോലെ തന്നെ കാറിൻ്റെ ഡാഷ്ബോർഡും ബമ്പറും ഉണ്ടാക്കുന്ന വേറെ കമ്പനി ഉണ്ട്. അങ്ങനെ പല പല കമ്പനികൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടേക്ക് ഉണ്ടാക്കിയ കാറുകളായിരിക്കും കൊണ്ടുപോകുന്നത്. ഇന്ത്യയിൽ നിന്ന് തന്നെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഈ കമ്പനികളിലോട്ടൊക്കെ വർക്കിന്. ഞങ്ങളിതിൽ ഒരു കമ്പനിയിലോട്ടാണ് ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്ററായിട്ട് വന്നേക്കുന്നത്. ഇതാണ് ഈ പാർക്കിലേക്കുള്ള എൻട്രി. പാർക്ക് എന്ന് പറയാൻ പറ്റൂല, ഒരു നടക്കാനും ഇതിനൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. അതാണ് എൻട്രി. അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ടൊരു പബ്ബുണ്ട്. പബ്ബെന്ന് വെച്ചാൽ ഓൾഡ് ബ്രിക്ക് പബ് ആ അതിൻ്റെ പേര്. നൈറ്റൊക്കെ ആക്റ്റീവ് ആയിരിക്കും, ഇപ്പോഴൊക്കെ അടച്ചിട്ടേക്കാണ്. അതാണ് സ്ഥലം. നമ്മൾ സ്ഥിരം നടക്കാൻ വന്ന സ്ഥലമാണ്, നടക്കാൻ എക്സസൈസ് ചെയ്യാനൊക്കെ വന്ന സ്ഥലമാണ്. ഇതൊക്കെ റെസിഡൻസിലേക്കാണ്, അപ്പാർട്ട്മെൻറ്റ്സൊക്കെയാണ്. കുറേ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. അവിടുത്തെ പാർക്കൊക്കെ സ്ഥലം. ഇതാണ് പബ്ബ്, ഓൾഡ് ബ്രിക്ക് പബ്. ചെറിയൊരു പബ്ബ്, വലുതൊന്നുമില്ല, ചെറിയൊരു പബ്ബ്. ഓക്കെ, നമ്മൾ വൈശാഖ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോണ റൂട്ടിലൊരു പ്ലേ സ്കൂളുണ്ട്. അപ്പോൾ ആ പ്ലേ സ്കൂൾ കാണിച്ചു തരാം. ഇതാണ് പ്ലേ സ്കൂൾ കണ്ടോ. അപ്പോൾ സാധാരണ നമ്മൾ പോണ വഴിക്ക് ഇവിടെ കുട്ടികളെയൊക്കെ കാണുന്നതാണ്, കുഞ്ഞു കുട്ടികളെ കാണുന്നതാണ്. പക്ഷെ ഇന്ന് കാണുന്നില്ല, എന്താ അറിയില്ല. ചിലപ്പോൾ തിരിച്ച് വരുമ്പോൾ കാണാൻ പറ്റുമായിരിക്കും. നോക്കാം. വളരെ മനോഹരമായ സ്ഥലമാണ് ഇതൊക്കെ കാണാനായിട്ട്. വിൻ്റർ തുടങ്ങുന്ന സമയത്താണെങ്കിൽ ഒന്നുകൂടി നല്ല രസമായിരിക്കും ഇതൊക്കെ കാണാൻ. സൺലൈറ്റ് കുറവായതുകൊണ്ടാണ് ഇവിടുത്തെ ആൾക്കാരധികം പുറത്തോട്ട് ഇറങ്ങാത്തത്. ഇപ്പോൾ സൺലൈറ്റിൻ്റെ സമയമായിട്ടില്ല. സൺലൈറ്റ് ഇന്ന് വന്നിട്ട് ഇല്ല. സൂര്യപ്രകാശം വരുമ്പോൾ ആൾക്കാർ ശരിക്കും ഇവിടെ നടക്കാനൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ആൾ കുറവ്. അല്ലെങ്കിൽ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വരുന്നതാണ്. ഇവിടെ കൂടുതലും അമ്മമാർ കുട്ടികളായിട്ട് ഇതേപോലെ വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ചിലരുടെ കയ്യിൽ കുട്ടി ഉണ്ടാവും, കയ്യിൽ ഒരു പട്ടി ഉണ്ടാവും. നമ്മൾ വൈകുന്നേരം ടൈമിൽ ഇങ്ങോട്ട് വന്നിട്ടില്ല, രാവിലെയാണ് നടക്കാനായിട്ട് ഇങ്ങോട്ട് വരുന്നത്. അത് വൈകുന്നേരം ഒക്കെ ആകുമ്പോൾ ഇവിടേക്ക് നിറയെ ആളുകളുണ്ടാവും. നല്ല ഇരുന്ന് കപ്പിൾസിനൊക്കെ ഇരുന്ന് ചായ കുടിക്കാനൊക്കെ പറ്റും. നല്ല മനോഹരമായ സ്ഥലമാണ്.
റെസ്റ്റോറൻ്റ് ആണോ? ചെറിയ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ റെസ്റ്റോറൻ്റ് ആണ്. പിന്നെ വേറൊരു സാധനം കാണിച്ചു തരാം. ഇത് കഴിഞ്ഞ് ഞാൻ വരുമ്പോഴാണ് പിള്ളേർക്ക് കളിക്കാനുള്ള കപ്പൽ, മരത്തിൻ്റെ കപ്പലുണ്ടായിട്ടുണ്ട്. അത് നൈസാണ്, ഉള്ളിലേക്ക് കയറാൻ പറ്റും. കയറണ്ടോ പക്ഷേ? ഞാൻ കയറണ്ട. കയറിക്കോ. വേണ്ട. അതായത് ഒരു മരത്തിൻ്റെ കപ്പലുണ്ടാക്കിയിട്ടാണ്. ഇതാണ് നമ്മുടെ പാർക്ക്. നമ്മൾ സ്ഥിരം നടക്കാൻ പറ്റുന്ന പാർക്ക്. ഇന്നിപ്പോൾ ഒരു മങ്ങിയ ക്ലൈമറ്റാണ് ഇവിടെ. അതുകൊണ്ടാണ് ആരും നടക്കാനൊന്നും ഇറങ്ങാത്ത അധികം. കാരണം ഇവിടെ സൺലൈറ്റ് കുറവാണ്, ഇപ്പോൾ ചൂട് കുറവാണ്. കഴിഞ്ഞ ആഴ്ചയൊക്കെ നല്ല ചൂടുണ്ടായിരുന്നു. ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ഞങ്ങൾ വന്നപ്പോൾ ഇതേപോലെ തന്നെ ആയിരുന്നു ക്ലൈമറ്റ്. ഒരു ഇവിടെ ചൂടുണ്ടായിരുന്നില്ല, സൺലൈറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ശരിക്കും സൂര്യപ്രകാശമുള്ള സമയത്ത് ഇവിടെ ഒരുപാട് ആളുകൾ നടക്കാനൊക്കെ വരുന്നതാണ്. ഒരു ദിവസം ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. ഈ പരിസരത്ത് ഒരു ഷൂട്ടിംഗ് ഒക്കെ കിടപ്പുണ്ടായിരുന്നു. കാണുന്നൊരു ചെയറാണ്, വലിയ ചെയറാണ്. വൈശാഖ് ഓടി കയറണം. അത് എൻ്റെ കുട്ടികളെ ഇപ്പോഴും മാറിയിട്ടില്ല. വലിയൊരു ചെയറാണ്. അത് കുറച്ച് കുന്നിൻ്റെ മുകളിലായിട്ട് വെച്ചേക്കണം. കൈ കാണിച്ചോളാം. കാണിച്ച് വാ, ചാടിയോ? ചാടിയ ചിലപ്പോൾ കാലോടി കാണത്തില്ല. പിന്നെ വേറൊരു സ്ഥലവും കൂടി ഉണ്ട്. അതല്ല, ഇവിടെ ഉള്ളതാണ് പാർക്ക്. ചെറിയൊരു പിള്ളേർക്ക് കളിക്കാനുള്ളൊരു ഏരിയ ഉണ്ട്. കാണിച്ചു തരാം. പിള്ളേർക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട്. മാക്സിമം വുഡ് കൊണ്ടാണ് ഇതൊക്കെ ചെയ്തത്. മെയിനായിട്ട് വുഡാണ് യൂസ് ചെയ്തത്. ചെറിയറിയണം. നമുക്ക് നോക്കാം. തലകുത്തി വീട് അവിടെ പോയി. പിള്ളേര് കളിക്കാനുള്ളതാന്ന് തോന്നുട്ടാ. ആരെയും സക്സസ് ആണ്, മിഷൻ സക്സസ്. ഒരു ഓപ്പൺ ജിമ്മും കൂടി ഉണ്ട്. നമ്മുടെ അവിടത്തേക്ക് പോലെ തന്നെ ഒരു ഓപ്പൺ ജിം ഉണ്ട് ഇവിടെ. അത് കാണിച്ചു തരാം. ഇതിൻ്റെ ഇപ്പുറത്ത് തന്നെയാണ് പാർക്കിൻ്റെ വെച്ചാൽ കുട്ടികൾക്ക് കളിക്കാനുള്ള അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. ഇത് കാണിച്ചു തരാം. പറഞ്ഞാൽ ഓപ്പൺ ജിം. നമ്മുടെ അവിടെ ഉള്ള പോലെ അത്ര എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. ഞാൻ രണ്ടുമൂന്നുണ്ട്. പിന്നെ തൂങ്ങാനുള്ള സ്ഥലം, ഫുള്ളപ്പ് ചെയ്യാനുള്ളതുണ്ട്. പിള്ളേരോടെ കളിക്കുന്നുണ്ട്. ഈ ഓപ്പൺ ജിമ്മിൻ്റെ അടുത്തൊരു ഹോട്ടലുണ്ട്. എനിക്ക് തോന്നാതെ ഈ ഹോട്ടലുകാർ തന്നെയാണ് ഇത് സ്പോൺസർ ചെയ്തേക്കുന്നത് തോന്നുന്നു. ഹോട്ടലിൻ്റെ രസ്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഉപേക്ഷിച്ച് എക്സസൈസ് ചെയ്യാൻ തുടങ്ങി. നാട്ടിലായിരുന്നു അപ്പോൾ ഒരു സൈക്കിൾ പോലും ചവിട്ടാത്തവനാണ്. ഇവിടെ വന്നിട്ട് ഇത് എക്സസൈസ് ചെയ്യണണ്ട. ഇത് നമ്മുടെ നാട്ടിലെ പോലെ സൈക്കിള് റെന്റിന് എടുക്കാൻ നമുക്ക് ഇവിടെ QR കോഡ് വെച്ചിട്ട് നമ്മുടെ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ ഫ്രണ്ടിൽ കണ്ടിട്ടില്ലേ, ഈ സോളാർ പാനൽ വെച്ചിട്ടാണ് ഇതിൻ്റെ ചാർജിങ് കാര്യങ്ങളൊക്കെ അടക്കുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ. ഇത് ഇവിടുത്തെ ആൾക്കാർ സൈക്കിൾ വരാൻ സൈക്കിളിൽ എന്തെങ്കിലും കംപ്ലൈൻറ്റ് പഞ്ചറോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയം ടയർ മാറ്റാനും പഞ്ചർ ഒട്ടിക്കാനായിട്ടൊക്കെയുള്ള സൗകര്യമാണ്. അതുപോലെ എയർ അടിക്കാനായിട്ടുള്ള സൗകര്യമുണ്ട്. ഓപ്പണായിട്ട് വെച്ചിട്ടുണ്ട്. Belated Valentine's Day wishes, my dear Vaishna, and I love you, Shivangu.
നമ്മൾ ഇവിടുത്തെ വ്യായാമമെല്ലാം കഴിഞ്ഞ് എക്സസൈസ് എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് പോകാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇവിടുന്ന് ഒരു ഹോട്ട് ഡോഗ് വാങ്ങിയിട്ട് പോകാൻ പോകുന്നു. റൂമിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഒരു തൽക്കാലം തടയിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ കാണുന്ന ഒരു കുഞ്ഞ് സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ഹോട്ട് ഡോഗ് ബണ്ണ് മേടിക്കാൻ പോകുന്നത്. ഓക്കെ, കാണിച്ചു തരാം. നമുക്ക് 2 ഹോട്ട് ഡോഗ് എടുക്കാം, പിന്നെ ഒരു ലിവർ കൊടുക്കാം അല്ലേ? ഓക്കെ, ലിവർ കൊടുക്കാം. ബണ്ടെടുക്കാൻ പോകണം. കയ്യോറ് ഇട്ടിട്ടെടുക്കണം. ഇവിടെ ഗ്ലൗസ് ഇടാം, സ്വന്തമായിട്ട് എടുക്കാം. അതാണ് എടുത്തത്. ഹോട്ട് ഡോഗ് അവിടെ ഇതല്ല ഹോട്ട് ഡോഗ്, ഇതാണ് ഹോട്ട് ഡോഗ്. എടുത്തോ. വേറെ ഒരുപാട് പ്രസൻസൊക്കെ ഉണ്ട്. ബണ്ണുണ്ട്, കപ്പ് കേക്ക് ഉണ്ട്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. ഒരു സീറ്റാണ്. അടുത്ത ലിവർ എടുക്കാം. നമുക്ക് ലിവർ ഫ്രൈ ചെയ്യാം. ലിവർ തന്നെ വേണം. ഓക്കെ, ലിവർ എടുക്കാം. കാണിച്ചേ. അത് 25% ഓഫ് ഉണ്ട്. പക്ഷെ അത് 27-ാം തീയതി എക്സ്പയർ ആവും. അതായത് ഇന്ന് എക്സ്പയർ ആവും. 27 നാളെ എക്സ്പയർ ആവും. ആ ഓക്കെ. പ്രൈസ് ഇത് 391 ഉണ്ട്. പെർ കെ ജി 340. പെർ കെ ജി 340. എക്സ്പയറി ഡേറ്റ് 2/3/25. നമ്മൾ പറഞ്ഞല്ലേ തിരിച്ചു വരാൻ നേരത്ത് നമുക്ക് കുട്ടികളെ കാണാറുണ്ടത്. കണ്ടോ, കുട്ടികളെ കളിക്കുന്നുണ്ടോ? ഈ ടൈമിലാണ് അവർ പുറത്തിറക്കുന്നത് കളിക്കാനായിട്ട്. പ്ലേ സ്കൂളിലാണ്. വൈശാഖ് എന്തോ കാര്യമായിട്ട് നോക്കണ്ട്. എന്താണെന്ന് നോക്കിയാൽ ആദ്യമാണ് മദ്യമാണ്. മദ്യത്തിൻ്റെ വിലയാണ് നോക്കുന്നത്. ബിയറും മദ്യമൊക്കെയാണ് നോക്കുന്നത്. അത് രൂപേഷിന് വേണ്ടി ബിയർ മേടിക്കാൻ വേണ്ടിയിട്ട് ബിയറിൻ്റെ വില നോക്കിയത്. ഓക്കെ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.